ഇപ്പോഴേ പരിപ്പ് ഞാൻ കഴുകിയെടുത്തു. പരിപ്പോടെ ചേർക്കുകയാണ്. ഇപ്പൊ സാമ്പാർ ഇഷ്ടം പോലായി. ഇന്ന് ചോറ് കഴിക്കണ്ട, ഈ സാമ്പാർ കുടിച്ചോ. പച്ചക്കറി അരിഞ്ഞു വന്നപ്പോഴുണ്ടല്ലോ കുറെ ഏറെയായി. പാത്രങ്ങളൊക്കെ തേച്ച് മടക്കി വെച്ചു. ഇനി ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴേ നമ്മുടെ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയും മസാലയൂടെ ചേർക്കണം സാമ്പാറിന്. വെന്ത് വെച്ച കറിക്കഷ്ണങ്ങളും പരിപ്പും കൂടെ ഞാൻ കുക്കറിൽ നിന്നും ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും മസാലകൾ വഴറ്റി ചേർക്കാം. അതായത് മുളകും മല്ലി, നമ്മുടെ ഉലുവാപ്പൊടി, പിന്നെ സാമ്പാർ മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അത് ഞാൻ വെന്ത് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിന് ശേഷം അപ്പോഴേ ഈ മസാലയും സാമ്പാറിന് ചേർത്ത ആ കഷ്ണങ്ങളും എല്ലാമായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ ഞാൻ കടുക് വറുത്ത് ലാസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ ഇന്നുണ്ടാക്കുന്നത്. അപ്പോഴേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയും ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കാം. ഇതോടൊപ്പം കുറച്ച് പുളിവെള്ളം കൂടെ ഇതിൽ ചേർക്കേണ്ടതുണ്ട്. കുറച്ച് ചീര ഉണ്ടായിരുന്നു, അത് ഞാനതിനെ തോരൻ വെച്ചു. ചോറുണ്ടായിരുന്നേ, ഇന്നലത്തെ ചോറ് മിച്ചം ഇത്രയും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചൂടാക്കിയെടുത്തു. അപ്പോഴേ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വാഴവിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഇല 3 ഇല പരുവായതായിരുന്നു. അപ്പോൾ അതിന് തടം വലിച്ച് വളം ഇടാമെന്ന് വെച്ച് ഞാൻ വളം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റെറാമില്ല. അത് ഒന്ന് തടം വെട്ടുകയാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ തടമൊക്കെ ഒന്ന് വെട്ടി വളമിടുകയാണ്. സ്റ്റെറാമിലായതുകൊണ്ട് പന്നിയെ, പട്ടിയെ, കോഴിയെ എല്ലാം മാന്തി കളയാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് കരിയിലയും കുറേ പച്ചപ്പോച്ച പുല്ലും എല്ലാം കൂടെ വെട്ടിക്കൊണ്ട് ചൂട്ടിക്കൊണ്ടിട്ട് കുറച്ച് കൊണ്ടിട്ട് ഇനിയും ബാക്കി പോരാത്തത് അടുത്ത ദിവസം വെട്ടിയിടാം. എന്നിട്ട് വളമിട്ട ശേഷം ഞാൻ മണ്ണ് അതിൻ്റെ പുറത്ത് ചേറിയിട്ട് അതിന് ശേഷം ചപ്പ് ചവറുകളും മണ്ടയ്ക്കിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. മഴ പെയ്യുന്നില്ല, ഞാൻ മഴ പെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല മഴക്കോളൊക്കെ ഉണ്ട്, പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. അതിനാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇനിയും ഈ വാഴയ്ക്ക് വെള്ളം കോരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇത് ഏത്തവാഴയാണ്. ഞാൻ ഒരിടത്ത് പോയപ്പോഴേ 5-8 വിത്ത് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചതാണ്. ഇപ്പോഴേ എന്നെ കഴിയാവുന്ന രീതിയിൽ ഞാൻ കുഴിച്ച് വെച്ചു, തടം വെട്ടുകയാണ്. പിന്നെ
ആണുങ്ങൾ ചെയ്യുന്നത് പോലൊന്നും നല്ല പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. എങ്കിലും എന്നെ കഴിയുന്നതുപോലൊക്കെ ഞാനും ചെയ്യുകയാണ്. അങ്ങനെ വളമെല്ലാം ഇട്ട് ചപ്പുചവറുകളൊക്കെ കുറച്ച് വെട്ടിയിട്ട് കുറച്ച് കരിയിലയും ഇട്ടു. പിന്നെ ഞാൻ വാഴച്ചോട്ടിലെല്ലാം വളം വലിയാനായിട്ട് വെള്ളം ഒഴിച്ചു. ഇനിയും തുടർച്ചയായിട്ട് കോരണമെന്നാണ് തോന്നുന്നത്. അപ്പോഴേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.